അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നോ അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നോ. ഒരു പ്രാവശ്യം കൂടി പറയാമോ? ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നോ. ഓ അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നോ. ഓ നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ നീ ചെയ്യുകയുള്ളല്ലോ. ഓ നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്മ മാത്രമേ നീ ചെയ്യുകയുള്ളല്ലോ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. ആമേൻ. തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ, നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ. അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. ആമേൻ. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. ആമേൻ. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. ആമേൻ. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നീനച്ചിടുമ്പോ. ഓ നടത്തിയ വഴികളെ ഓർത്തിടുമ്പോ കരുതിയ കരുതൽ നീനച്ചിടുമ്പോ. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം ഞാൻ പാടി സ്തുതിക്കും. ആമേൻ. സ്തുതിക്കുവാനായിരം നാവ് പോരായേ, എങ്കിലും ആവോളം
സ്വർഗത്തിന് ഭൂമിക്ക് നാഥനാദയുമേ പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ ഞങ്ങൾ കഴിഞ്ഞ കർത്താവെ 2 ആഴ്ചകളായി ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം ഞങ്ങളുടെ അവസരം ഒരുക്കി. കഴിഞ്ഞ കർത്താവെ ഈ മാസത്തിൻ്റെ ആരംഭം കുറിച്ച സമയം ഇതുവരെയും കർത്താവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും ഞങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവടിയാക്കി. ഞങ്ങൾക്ക് വിടുന്ന ദൈവിക സംരക്ഷണങ്ങളും ഞങ്ങൾക്ക് ഭക്ഷിപ്പാൻ ആഹാരം, ധരിപ്പാൻ വസ്ത്രവും, പാർക്കുവാൻ പാർപ്പിടങ്ങും, വിശേഷാൽ ഞങ്ങൾക്ക് ആരാധിപ്പാൻ ആലയവും ഒക്കെ ദൈവം തന്ന് ആത്മീയ കൂട്ടായ്മയോടുകൂടെ ദൈവ പദ്ധതി പ്രകാരം സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്ത കൃപയ്ക്കാ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ സന്തോഷത്തോടുകൂടെ പ്രതികൂലമായ കാലാവസ്ഥകൾ മുമ്പിലുണ്ടായിട്ടും കർത്താവെ ദൈവസന്നി സന്തോഷത്തിൽ കടന്നു വന്ന നിൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം കർത്താവെ. അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം അവരെ അനുഭവിക്കട്ടെ. സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ സഹായിക്കണം. ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരെ കർത്തൃദാസന്മാർ ദൈവസഭകൾ ആരാധിപ്പാൻ കഴിയാതെ വണ്ണമുള്ള അന്തരീക്ഷത്തിൽ കർത്താവെ അവരനുഭവിക്കുന്ന പ്രയാസം ഞങ്ങൾ ആത്മാവിൽ കാണുന്നു. അവിടെയും ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഒപ്പം ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് വളരെയധികം സന്തോഷത്തോടെ ആരാധിപ്പാൻ ജോജിൻ്റെയും മക്കൾക്കായി പ്രാർത്ഥിക്കുന്നവരെയും മാനിക്കണമേ. കർത്താവെ കറണ്ടിൻ്റെയും വെളിച്ചത്തിൻ്റെ നെറ്റിൻ്റെ ഒരു പ്രയാസങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് തടസ്സമുണ്ടാകാൻ അനുവദിക്കരുത്. എല്ലാം അനുകൂലമാക്കി തീർക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തേജോമന ദൈവത്തിന് തിരിച്ചറിവ് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ അനുഭവിപ്പാടിയാക്കണമേ. വചനത്താലും ആത്മാവിനെ പുഷ്ടിപ്പെടുത്തണമേ. ദൈവിക സന്തോഷത്തോടെ മടങ്ങിപ്പോവാൻ സഹായിക്കണം. പുത്രനെ ഞങ്ങൾ കൂടി മഹത്വപ്പെടുത്തണം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമല്ലോ. ഈ മാസത്തിൻ്റെ 9-ാം തീയതി രാവിലെ സമയം നമുക്ക് സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവാലയത്തെ ദൈവം കൂട്ടി വരുത്തി. ഒത്തിരി പ്രയാസങ്ങൾ മുമ്പിലുണ്ടെങ്കിൽ തന്നെയും അതിജീവിക്കുവാൻ തക്ക ദൈവം നമുക്ക് കൃപ തന്നു. നമ്മുടെ എണ്ണത്തിലൊന്നുപോലും കുറയ്ക്കാതെ ദൈവം അവരിവിടങ്ങളെ ഭദ്രമായി കർത്താവ് പരിപാലിച്ചല്ലോ. കർത്താവിൻ്റെ തിരുകൃപയുടെ മുമ്പിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് നിർഹൃദയത്തോടെ പാടി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയതാം കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നും എന്നോ മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം. ഓ ഇന്നലെയും ഇന്നും എന്നോ മാറാ യേശുവേ നാം പാടി. ഒരു പ്രാവശ്യം കൂടി പറയാമോ? പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയതാം കൃപകളോടെ. പാടി പുകഴ്ത്തിടാം ദേവനെ പുതിയതാം കൃപകളോടെ. ഇന്നലെയും ഇന്നും എന്നോ മാറാ യേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും ഇന്നും എന്നോ മാറാ യേശുവേ നാം പാടി. ഒരുമിച്ച് പറയാമോ? യേശു എന്ന നാമേ എന്നാത്മാവിൻ ഗീതം. ഓ ആമേൻ. യേശു എന്ന നാമം ഓ എന്നാത്മാവിൻ ഗീതമേ. എൻ പ്രിയ യേശുവേ ഞാൻ എന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഓ എൻ പ്രിയ യേശുവേ
തന്റെ കുഞ്ഞിനെ മറന്നാൽ Allah,
നമുക്ക് പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് തന്ന എല്ലാ സാവകാശങ്ങൾക്കുമായി തമ്പുരാന്റെ എല്ലാ കൃപയ്ക്കുമായി നന്ദിയോടെ എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. മാറ്റം ഭാവിക്കാത്തവേ മാറ്റം ഭാവിക്കാത്തവേ
അല്ലലാകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എൻ്റെ അല്ലലാകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. മാറും മനുഷ്യരെല്ലാം മഹിതലമതു തീജ്വാലയ്ക്കിരയായി മാറുകിലോ. മാറും മനുഷ്യരെല്ലാം മഹിതലമതു തീജ്വാലയ്ക്കിരയായി മാറുകിലോ. തിരുവാറ്റത്തങ്ങൾ തിരുവാറ്റത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാലാസന്നമാ. തിരുവാറ്റത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാലാസന്നമാ. കരങ്ങൾ ഉയർത്തി കരങ്ങളടിച്ച് എല്ലാ ചേർന്നാത്മാവിൽ യാത്രയാതെ എന്റെ അല്ലലാകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയാതെ. എന്റെ അല്ലലാകിലവും തീർത്തിടും ഞാൻ നോക്കി പാർത്തിടും ഞാൻ. മാറും മനുഷ്യരെല്ലാം മാറും മനുഷ്യരെല്ലാം മഹിതലമതു ഇരയായി മാറുകിലോ. മാറും മനുഷ്യരെല്ലാം മഹിതലമതു ഇരയായി മാറുകിലോ. തിരുവാകോ തിരുവാറ്റങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാലാസന്നമായി. തിരുവാറ്റങ്ങൾക്കേതും വരവിന്നാലാസന്നമായി. ഹല്ലേലൂയ ഗീതം പാടിടും എന്റെ അല്ലലാകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ കരങ്ങളെ അടിച്ച ആത്മാവിൽ സ്തോത്രത്തോടെ ആമേ പെറ്റ തള്ള തന്റെ കുഞ്ഞിന് മറന്നുകളഞ്ഞാലും ഞാൻ ഞങ്ങളെ മറക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ്. ഓ ഓ നന്ദിയോടെ വാഴ്ത്തുന്നു.
നന്ദിയോടെ വാഴ്ത്തുന്നു. യേശുവേ, അങ്ങേക്ക് മകത്വം കരേറ്റുന്നു. അപ്പച്ചന് മകത്വം കരേറ്റുന്നു. എല്ലാ കരങ്ങളും അടിച്ചാത്മാവ് നന്ദി പറയാ. കഴിഞ്ഞ ഒരാഴ്ച നമുക്ക് വേണ്ട ജീവന് ഭക്തിക്ക് വേണ്ടൊക്കെ തന്ന് നമ്മെ പരിപാലിച്ചു നടത്തിയ കർത്താവ് ദോഷങ്ങൾ വിടാതെ വണ്ണം നമ്മെ ഒരു പ്രയാസങ്ങൾ വിടാതെ വണ്ണം നമ്മെ അത്ഭുതകരമായി ദൈവം നടത്തിയല്ലോ. അത്ഭുതകരമായി നമ്മെ പരിപാലിച്ച ആ ദൈവത്തിന്റെ കൃപയോർത്ത് ആ നന്നാ കരമടിച്ച് നിങ്ങൾക്ക് ദൈവം തന്ന ഉപകാരങ്ങൾ കൊച്ചവണ്ണമുള്ള മഹത്വവും ആരാധന സ്തോത്രവും ഇതിരാമല സ്വർഗ്ഗ കർത്താവിന് അർപ്പിക്കാമല്ലോ. ജഗത് ശബ്ദരാധനഗസി ജുരാധനഗടക ശബ്ദരിവിടവസിയാചര അസ്കിരാധനഗടക ശബ്ദരാധനഗസി ജരാ മറ്റാരേക്കാൾ നമ്മെ ആദരിച്ച് നമ്മെ മാനിച്ച് ഇതുവരെ കൊണ്ടുവന്ന കർത്താവ് രാത്രിയിലെ ഭയത്തെയും പകൽ പ്രാസ്ത്രത്തെയും ഈട്ടുചതി മഹാമൊരു ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അനിഷ്ട സംഭവ അപകടങ്ങളിൽ നിന്നും ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിശേഷമുള്ള കൃപയാ ദൈവം പൊതിഞ്ഞ് ദൈവം നമ്മെ നടത്തിയ ദൈവത്തിന്റെ എല്ലാ അത്ഭുത കൃപകൾ ഓർത്തുകൊണ്ട് ആരാധന നമ്മുടെ കർത്താവിനാണ്. ആരാധന നമ്മുടെ മശിഹയ്ക്കാണ്. ചോര വീണ്ടെടുത്തവനാ ദൈവം. മറ്റാർക്ക് നമ്മുടെ കരുണ തോന്നാതിരുന്നപ്പോൾ, മറ്റാർക്ക് നമ്മോട് സ്നേഹം തോന്നാതിരുന്നപ്പോൾ, മറ്റാർക്ക് നമ്മോട് മനസ്സ് തോന്നാതിരുന്നപ്പോൾ അവൻ നമ്മെ മനസ്സലിഞ്ഞ് നമ്മെ മാനിച്ച് ആദരിച്ച് ഇതുവരെ വിജയത്തോടെ കൊണ്ടുവന്ന നല്ല നാഥന് നമ്മേക്കാ ശ്രേഷ്ഠന്മാരും നമ്മേക്കാ ബലവാന്മാരും നമ്മേക്കാ ശക്തന്മാരും ഈ ഭൂപരപ്പിൽ പാർത്ത ഒരു സമയത്താണ് ദൈവത്തിന്റെ ആത്മാ നമ്മെ ഇത്രത്തോളം കൊണ്ടുവരുവാടിയാക്കിയത്. അനേകർ മണ്ണിന്റെ അടിയിൽ മടങ്ങിപ്പോയപ്പോൾ, വെള്ളത്തിന്റെ അടിയിൽ താണുപോയപ്പോൾ, അനേക അപകട നഷ്ടം സംഭവിച്ചപ്പോൾ, പരാജയത്തു കുടുംബത്തിന് വ്യക്തികൾ വിധേയപ്പെട്ടപ്പോൾ സ്വർഗീയ പിതാവാം ദൈവം നമുക്ക് വേണ്ടുന്ന സംരക്ഷണം തന്ന് നമ്മെ മാനിച്ച ദൈവത്തിന്റെ വലിയ കൃപയിൽ ഓർത്ത് ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയും ഓർത്തുകൊണ്ട് നിർഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നല്ല ദൈവത്തെ നന്മയെ ഓർത്തുകൊണ്ട്, വിശേഷമായ കൃപയെ ഓർത്തുകൊണ്ട് നിർഹൃദയത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തേജസ്സോടെ ഓജസ്സോടുകൂടെ നമ്മെ താങ്ങി നടത്തുന്ന ദൈവത്തിന് ഓരോരും നന്ദി കൊടുത്തുകൊണ്ട് ഒരു നിമിഷം കൂടി കർത്താവിന് സ്തോത്രം കരേറ്റാമല്ലോ. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റുകൊണ്ട് നിർഹൃദയത്തോടെ കർത്താവിനെ ആരാധിച്ച് കർത്താവിന് തക്ക മഹത്വം കൊടുപ്പാൻ, തക്ക ആരാധന കൊടുപ്പാൻ തക്കവണ്ണം ഇന്ന് രാവിലെ സമയം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ച് ദൈവത്തിന് സ്തോത്രം കരേറ്റ നമ്മെ ആദരിക്കുന്നവനായ ദൈവം, നമ്മെ നടത്തുന്നവനായ കർത്താവ്, നമുക്ക് വേണ്ടുന്ന സകല ഒത്താശകൾ തരുന്ന കർത്താവ് നമ്മുടെ കർത്താവാണെങ്കിൽ ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് നമ്മെ ഇതുവരെയും നടത്തിയ കർത്താവിന് മുമ്പാകെ നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഉമ്മൈ പോലെ യാരുണ്ട്, നന്മ ചെയ്യാ നീരുണ്ട്, ഉമ്മൈത്താനേ നമ്പുവേ എന്തേവാ. ഉമ്മൈ പോലെ യാരുണ്ട്,
நன்மை செய்ய நீருண்டு, உம்மைத்தானே நம்புவே என் தேவா. உம்மைத்தான் என் வாழ்வில் ஆதாரமாய் நினைத்து உள்ளோம். நீரில்லா என் வாழ்க்கை வினதாக போகுதையா. உம்மைத்தான் என் நீரில்லா என் வாழ்க்கை வினதாக போகுதையா. எல் ஷடாய் ஆராதிப்பேன், எலோஹிம் அடோனாய் ஆராதிப்பேன், இயேசுவை ஆராதிப்பேன். எல் ஷடாய் ஆராதிப்பேன், எலோஹிம் ஆராதிப்பேன், அடோனாய். கலங்கி நின்ற என்னை கண்டு கண்ணீரை துடைத்தவர், களமெல்லாம் கண்மணி போல கருப்பிடித்து காத்தவர். கலங்கி நின்ற என்னை கண்டு கண்ணீரை துடைத்தவர், களமெல்லாம் கண்மணி போல கருப்பிடித்து காத்தவர். எல் ஷடாய் ஆராதிப்பேன், எலோஹிம் அடோனாய் ஆராதிப்பேன், இயேசுவை ஆராதிப்பேன். எல் ஷடாய் ஆராதிப்பேன், எலோஹிம் ஆராதிப்பேன், அடோனாய் ஆராதிப்பேன், இயேசுவை ஆராதிப்பேன். மரணத்தின் பாதத்தன்னில் மனம் தளர்ந்ததென்னே, மனித்துவர நீரே வந்து மறுவாழ்வை தந்தீரையா. மனம் தளர்ந்ததென்ற என்னை மனித்துவர நீரே வந்து எல் ஷடாய் ஆராதிப்பேன், எலோஹிம் ஆராதிப்பேன், அடோனாய் ஆராதிப்பேன், இயேசுவை ஆராதிப்பேன். எல் ஷடாய் ஓ போலே யாருண்டு, நன்மை செய்ய நீருண்டு, உம்மைத்தானே நம்புவேன் என் தேவா. உம்மை போலே யாருண்டு, நன்மை செய்ய நீருண்டு, உம்மைத்தானே நம்புவேன் என் தேவா. உம்மைத்தான் என் வாழ்வில் ஆதாரமாய் நினைத்து உள்ளேன். நீரில்லா என் வாழ்க்கை வினதானே போகுதையா. உம்மைத்தான் என் வாழ்வில் ஆதாரமாய் நினைத்து உள்ளோம். நீரில்லா என் வாழ்க்கை வினதாக போகுதையா. எல் ஷடாய் ஆராதிப்பேன், எலோஹிம் ஓ ഒരു പ്രാവശ്യം എല്ലാ കരമെടുത്ത് പറയാമോ? ആരാധിപ്പേൻ, എലോഹീം ഉടമനമർശകരാധാന ആരാധിപ്പേൻ, യേശുവേ. ഒരു പ്രാവശ്യം കൂടെ എൽ ഷടായ് ഓ ശബലമദനമർശകന ഓ ഒരു പ്രാവശ്യം കൂടി ഓ രമശകദ
എലോഹീം ആരാധിപ്പേൻ, അഡോണായി ആരാധിപ്പേൻ, യേശുവേ ആരാധിപ്പേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് കരങ്ങളെ ഉയർത്തി കർത്താവിന്റെ മുമ്പിൽ ഒരു നന്ദിയുടെ ശബ്ദം ദൈവസന്നിധിയിൽ പറയുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് നമ്മെ കൊണ്ടുവന്നത് വളരെ അത്ഭുതമായിട്ടാണ് ദൈവം നമ്മെ കൊണ്ടുവന്നത്. ഒത്തിരി പ്രശ്നത്തിൽ കൂടി നമ്മൾ സഞ്ചരിച്ച സമയങ്ങളുണ്ടായിരുന്നു. ഒത്തിരി നമ്മൾ ഭയപ്പെട്ട ദിവസങ്ങളുണ്ടായിരുന്നു. എന്ത് സംഭവിക്കാൻ പോകുമെന്ന് നാം വേദനിച്ച ഒരു സമയമുണ്ടായിരുന്നു. നാം ഇന്ന് ഈ ഫെയ്ത്ത് എലിവേജ് സിറ്റി വർഷിപ്പ് സെന്റർ എന്ന ദൈവസഭയ്ക്കകത്ത് നാം നന്ദിയോടെ കർത്താവിനെ ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരും നമ്മളെ ശക്തന്മാരും പലർക്കും ആരാധിപ്പാൻ തക്കവർ താല്പര്യപ്പെട്ടു. പക്ഷെ പലർക്കൊന്നും ആരാധിപ്പാൻ കഴിയാതെ വണ്ണം അവരെ സ്തോത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയമാണ്. നമ്മുടെ വിലപ്പെട്ട കർത്തുദാസിദാസന്മാർ വടക്ക് മേഖലകളിലും മറ്റ് സ്റ്റേറ്റുകളിലും മഴക്കെടുതികളും വെള്ളപ്പൊക്കത്തിന്റെ ബുദ്ധിമുട്ടിലും അവരുടെ സഭകളും അവരുടേതായ ഭവനങ്ങളൊക്കെയും മുങ്ങി നിൽക്കുന്ന സമയമാണ്. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നമ്മുടെ ഒരു പാസ്റ്റർ വിളിച്ച് ചോദിച്ചപ്പോൾ ചുറ്റും വെള്ളം കൊണ്ട് മൂടപ്പെട്ട അന്തരീക്ഷമാണ്. ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുന്നുണ്ട്. എങ്ങനെ നടത്തുമെന്ന് അവർക്ക് പിടുത്തമില്ലാതിരിക്കുന്നു. കയറിയ വെള്ളം ഇറങ്ങിയ ശേഷം ക്ലീൻ ചെയ്യാൻ തന്നെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുന്ന സമയമാണ്. എന്നാൽ സ്വർഗീയ കർത്താവ് നമുക്ക് ഇത്രയും സന്തോഷത്തോടെ കർത്താവിനെ ആരാധിപ്പാൻ ഈ ഒരു സാവകാശം ദൈവം നമുക്ക് ഒരുക്കി തന്നുവെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നാം ആരാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ആരാധന നാം കർത്താവിന് കൊടുപ്പാൻ ബാധ്യസ്ഥരാണ്. മനസ്സിലായെങ്കിൽ സ്തോത്രം ചെയ്യാമോ? ഏറ്റവും നല്ലൊരു ആരാധന. എത്രത്തോളം നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാമോ, എത്രത്തോളം കർത്താവിന് മഹത്വം കൊടുക്കാമോ, അത്രയ്ക്കുള്ള ഒരു ശ്രേഷ്ഠമായ ഒരു ആരാധന നാം ദൈവത്തിന് കൊടുപ്പാൻ ശക്തനാദയുമാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നിരവധി അപകട മരണങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അനേക വ്യക്തികൾ ദാരുണമായി നഷ്ടപ്പെട്ടു. പലവിധമായ ദുഃഖങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ഒരാഴ്ചകളായിരുന്നു. നമ്മുടെ കൂടാരങ്ങളെ ദൈവാത്മാവ് താങ്ങി വിശേഷാൽ രാവും പകലുമുള്ള നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളും ദൈവാലയത്തിൽ വന്നുള്ള നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ കൂടാരങ്ങളെ ദൈവത്തിന്റെ സംരക്ഷണയ്ക്കകത്ത് കർത്താവ് മറയ്ക്കുവാണിയാക്കി. വിവിധ ഇടങ്ങളിൽ രോഗം കൊണ്ട് പൊതിരിക്കുന്ന പകർച്ചവ്യാധികൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന സന്ദേശമാണ്. എങ്കിലും ദൈവം നമ്മുടെ കൂടാരത്തിന്മേൽ രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയിട്ട് സിന്ധമാകാമാരെയും ഉച്ചയ്ക്ക് നശിപ്പിസംകാരത്തെയും ഭയക്കാതെ ജീവിപ്പാൻ ദൈവം നമുക്ക് തന്ന സാവകാശത്തിനായി നമ്മുടെ കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമല്ലോ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി കർത്താവിനെ മുഖത്തുപെടുത്താം. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റും അടുത്തു പോയി. ഒരുങ്ങുക തളരാതെ വാരവിനുവിൽ നാം ചിറകടിച്ച് ഉയർത്തുവാൻ സമയമായതുകൊണ്ട് ആത്മാ പുതുബലം ധരിച്ചിടുവാൻ നമുക്ക് ഒരുമിച്ച് ആ പഴയ ഗീതം പ്രത്യാശയുടെ ഗീതമാണ്. നമ്മുടെ പഴയ പാട്ടുപുസ്തകത്തിൽ 1421 1421 പുതിയ പാട്ടുപുസ്തകത്തിനകത്ത് എനിക്ക് തോന്നുന്നു 216 പാട്ടാണ്. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. എത്ര സന്തോഷമുണ്ട്. പ്രൈസ് ഗോഡ്. നമ്മെ താങ്ങിയ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് പാസ്റ്റർ ഫോഴ്സ് ചെയ്യാതെ തന്നെ നിങ്ങൾ ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. കർത്താവ് അത്രമാത്രം അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ മുമ്പാകെ ചെയ്തു തന്നു. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റം അടുത്തുപോയി ഒരുങ്ങിടുക. ഓ ഉണരുക സഭയെ, ഉയർത്തുക ശിരസേ, മണവാളൻ വരവേറ്റം അടുത്തുപോയി ഒരുങ്ങിടുക. നാം ചിറകടിച്ചുയർന്നിടുക. will
പ്രകാശം വർദ്ധിക്കട്ടെ. മണവാളൻ വരവേറ്റ് അടുത്തു പോയൊരുങ്ങിടുക. ഉണരുക സഭയെ, ഉയർത്തുക ശിരസ്സേ. മണവാളൻ വരവേറ്റ് അടുത്തു പോയൊരുങ്ങിടുക. രാത്രി രാത്രി കഴിവാറായി പകരേറ്റമാടുന്നു. അഗ്രതരത്തിനുള്ളിൽ കർത്തനും എഴുന്നള്ളാനായി. ഓ രാത്രി കഴിവാറായി
ആരാധിച്ച് ശക്തി പ്രാപിക്കോ, ആരാധിച്ച് ബലം പ്രാപിക്കോ, ആരാധിച്ച് ആത്മധൈര്യം പ്രാപിക്കോ. ചിരകടകാടകനം ശബലഗദീനക ചിരകദനം ശബലഗദീനക ചിരദം ചലഗൗ ശബലഗദ ചിരകാടകന ജഗനം ശബലം ശബലാ ജഗന അനദാ ജഗനം ശബലഗദീനജ അനബാ ചിരബം ശബലേന ചിരകാടകനം ശബലബദനബദ ഗൗ ശബല അഗദനവം ശബലഗദനവം ശബലബദന ചിരഗദനം ശബലഗദനവം സാമമമരാജ ചിരജാന ചിരജ ജനജ 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 ചിരജാനഗനം ശബലജ ചിരഗാനഗനം ശബലോദ ചഗദം ശലഗധരജാനഗ ചിരദം ശലദം ശലജീര ചിരഗദഗാനഗദനവം ശബലഗദ ഉഡമനം ശബലഗദ ഓരിമനവം ശാദീമനഖാരാജ ചിരഗം ജാനഗദനവം ശബല അതദം ശബല ചിരജ ചിരദം ശബലഗദനവം ശബലേദ കത്തട്ട അഭിഷേകം കത്തട്ടെ, പ്രത്യാശ കത്തട്ടെ, അതിൽ കൂടി ധൈര്യം വരട്ടെ, അതിൽ കൂടി ആരോഗ്യം വരട്ടെ, അതിൽ കൂടി ബലം വരട്ടെ, അതിൽ കൂടി ഉറപ്പ് പ്രാപിക്കട്ടെ. ചിരഗാനഗലം ശബലഗദ ജഗനം ശബല ധിരജ ചിരഗം ശബലഗദനവം ശബലാജ. ആ രോഗങ്ങൾ, ആ ദുരിതങ്ങൾ, ആ കഷ്ടങ്ങൾ, ദാരിദ്ര്യങ്ങൾ, പിശാച് തടഞ്ഞ സകല വെല്ലുവിളികളും ആരാധിച്ച് പ്രത്യാശ പ്രാപിക്കുമ്പോൾ അതല്ല നമ്മളുടെ തീങ്ങൾ വെടിയുരുകുന്ന പോലെ ഇതേവരെ ഉരുകി മാറട്ടെ. ചിരഗാനഗലം ശബലം ചിരകം ശബലാജ ചിരകം ശബലം ചിരകം ശലമൗഡവന ചിരഗാനഗനം ശബലാദനജ നിഗദ ചിഗനം ശബലം ചിരമൗ ശബല ചിരഗാനഗനം ശബലാദനജ നിഗദം ശ ചിരഗാനഗനം ശബലഗദാനഗനം ശാല അടഗാദനജ ശബലാദനജ ധഗന ചിരയം ശബലം ചിരമം ശർമ അഗദനഗാനഗലം ശലഗാചനമം ശബല അഗദനവം ശലമം ജലമാജഗ ഓ ധീഗ ശാലഖാര ജാന 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 ശ ജാന ഗാന ശാലേഖ ജഗമരമരമ ചിരമം ശലമം ശലഗാ ധനമ ചിരഗാനഗദം ശബലാദനജ നിഗദം ശബല അനജം ശബല നിഗദം ശബല ചിഗദം ശബല കര കത്തട്ടെ. ചിരകം ജനമം ശലമം ജനമം ശലമൗഡമന അഗദ ജഗന ശബല ജഗന ജഗനം ശബല ഓ ജിഗന ജഗനം ശബല ജിഗനം ശബല. അങ്ങനെ തന്നെ അഭിഷേകം കത്തട്ടെ, ആമേ പ്രത്യാശ അകത്ത് കത്തട്ടെ, ദൈവരാജകത്ത് കത്തട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രഭാകം ഇന്ന് രാവിലെ നമ്മുടെ അസ്ഥികളുടെ മേലും മാടികളുടെ മേലും നരമ്പുകളുടെ രക്തധമനികളുടെ മേൽ മാംസങ്ങളുടെ മേലും ആമേ തൊക്കിമേലും ഒരു അഭിഷേകത്തിന്റെ ശക്തി ബലപ്പെടട്ടെ. എല്ലാ പ്രശ്നങ്ങളുടെ മേലും ആമേ നമുക്ക് കഴിയാത്ത പ്രശ്നങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇന്ന് ഇടപെടുകയാണ്. ആമേ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം പരിശുദ്ധാത്മ നമുക്കായി ചെയ്യാൻ പോവുകയാണ്. അവൻ നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ദൈവത്തിന്റെ ഇടപെടാൻ പോവുകയാണ്. നമ്മുടെ തലമുറകൾക്കായി നമ്മുടെ കുടുംബ സഗര അകച്ചല ഗഡബത്തുര ജനച്ചല അക്കാരമൊന്നടിച്ചാട്ട് എല്ലാവരും ആത്മാവിൽ അക്കാരമൊന്നടിച്ച് യേശുവേ ഉറക്കെ വിളിച്ച് യേശുവേ ഉറക്കെ ആരാധിച്ച് പറഞ്ഞ് അടാ ധനം ചല ധന അട ചല ദിനം ചലബടബദന പോരാ പോരാ ആത്മാവിൽ കരമടിച്ച് പറഞ്ഞോണ്. ഇന്ന് രാവിലെ നമ്മുടെ വിഷയങ്ങൾക്ക് ഒരു വിടുതൽ തരുന്ന നിമിഷമാണ്. നാം കരഞ്ഞ വേദനിച്ച ഭയപ്പെട്ട് ഭാരപ്പെട്ട വിഷയത്തിന് അത്ഭുത പ്രഖ്യാപനം.
നമുക്ക് കഴിയാത്ത കാര്യം ദൈവാത്മ ചെയ്യാൻ പോകുകയാണ്. നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം അവൻ നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ദൈവം നമുക്കാ ചെയ്യുന്നു. 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 ദൈവം നമുക്കായി പ്രവചിക്കുന്നു. ദൈവം നമുക്ക് ഇടപെടുകയാണ്. ശരീരത്തിൽ ആത്മമണ്ഡലത്തിന്മേൽ, പ്രാണമണ്ഡലത്തിന്മേൽ, ശരീരമണ്ഡലത്തിന്മേൽ ഒരു അത്ഭുത സൗഖ്യം, അത്ഭുത വിടുതലും യേശുവേ നാമത്തിൽ ദൈവമക്കളുടെ മേൽ, അതേ ദൈവശക്തിന ആ പാർപ്പിടത്തിൽ ആയിരിക്കുന്ന ഛാത്രകൾ യാത്രകളിൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി അതേ നമ്മുടെ മേൽ ഇറങ്ങി വരികയാണ്. തലമുറയിലായിരിക്കുന്ന രാജ്യങ്ങളിൽ, അവയെ നമ്മുടെ പ്രിയപ്പെട്ട മണ്ഡലങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുതം ഇറങ്ങിയാണ്. നമുക്ക് കഴിയാത്തത്, അവയെ നമുക്ക് ചെയ്യാൻ കഴിയാത്തത്, നമ്മൾ പരിമിതിപ്പെട്ടു പോയ കാര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ സ്വത്രം പറഞ്ഞു. സ്വത്രം പറഞ്ഞ് ആരായിച്ചോ? സ്വത്രം പറഞ്ഞ് ആരായിച്ചോ? സ്വത്രം പറഞ്ഞ അസ്ഥികളുമേൽ, നാടികളുമേൽ, നരമ്പുകളുമേൽ, രക്തദാമിക മാംസ ത്വക്കിന്മേൽ കർത്താവിന്റെ ബലത്തെ ദൈവാത്മ ഇന്ന് രാവിലെ നിയമിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അത് പ്രവർത്തിക്കുകയാണ്. ആത്മാവ് ഇടപെടുന്ന ആത്മീശകത്തെ കാണുകയാണ്. നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ, നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ, അവയെ നമ്മുടെ തലമുറയ്ക്ക് പറ്റാത്ത കാര്യങ്ങൾ, അവയെ നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്റെ യേശുവിന് ചെയ്യാൻ കഴിയുക. നാം പാടിയ പാട്ടിനകത്ത് അവയെ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു പ്രത്യാശയുടെ അവയെ ശക്തിക്ക് അത് ചെയ്യാൻ കഴിയുമെന്നാണ് ഇന്ന് രാവിലെ നമുക്ക് ചെയ്യാൻ കഴിയാത്തത്. അവയെ നമ്മൾ പരാജയപ്പെട്ട സ്ഥാനത്ത്, അവയെ നമ്മൾ മുട്ടുമടക്കിയ സ്ഥാനത്ത്, നമ്മൾ ആകപ്പാട് വറിയായ ഭാഗത്ത് ഇന്ന് രാവിലെ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുകയാണ്. അസ്ഥികളുമേൽ, നാടികളുമേൽ, നരമ്പ്, രക്തധമനിക മാംസത്തൊക്കെമേൽ എന്റെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നു. നമ്മുടെ ബലഹീനതയുടെ മേൽ എന്റെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരികയാണ്. അവ എന്റെ ബലഹീനതയുടെ മേൽ, എന്റെ അസ്ഥികളുമേൽ, നാടികളുടെ മേൽ, അവ നരമ്പുകളുടെ മേൽ, രക്തധമനികളുടെ മേൽ, മാംസത്തിന്റെ മേൽ എന്റെ യേശുവിന്റെ ശക്തി, അവന്റെ ശക്തിയാൽ, അവന്റെ വചനത്താൽ, അവൻ രക്തത്താൽ, അവന്റെ അഭിഷേകത്താൽ ഇന്ന് രാവിലെ നമ്മെ വിടുവിക്കുന്ന ആ ദൈവത്തിന്റെ വിടുതനായി ഷടകദിനം തരാദിനക സിഗത്തിനി അടക ചലബുട ബദനാദിന ചലാദന അസ്കിരിഗദ ബദനാദിന ബശലാദന അഗത്തരാദിനം ചില ഗഡബശലാദന വൈഡബത്തിരി ബിഡബ ശംബരി ബിഡബദനാദന അഗത്തരബുഡമൻ ശംബരി ബിഡബസ്യസി അഗദരാമമൻ ഷാദുഡബട്ടിരാദന. നമ്മെ വെട്ടിക്കളയാൻ തക്കവനെ പിശാച് വന്നു, നമ്മെ തകർക്കുവാൻ പിശാച് വന്നു, നമ്മെ സന്തോഷം കെടുത്തുവാൻ പിശാച് വന്നു, നമ്മളെ ശാപമാക്കി മാറ്റാൻ പിശാച് വന്നു. അടുത്ത പ്രഭാതം നീ ചിരിക്കാൻ പാടില്ല, നീ സന്തോഷിക്കാൻ പാടില്ല, നീ ആർദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഓരോ രാത്രികളിലും ഹൃദയം പിടയ്ക്കുന്ന ചിന്തയിട്ട് പിശാച് കരയിപ്പിച്ച ദിവസങ്ങളിൽ ഇന്ന് രാവിലെ അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നീതിമാന്റെ കൂടാരത്തിന്മേൽ അവൻ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുണ്ടെന്ന് പറഞ്ഞ വചനപ്രകാരം അവയെ കരയിപ്പിക്കുന്ന ഭവനത്തെയല്ല, കരയുന്ന ഭവനത്തെയല്ല, നെടുവീർപ്പെടുന്ന ഭവനത്തെയല്ല, പരാജയപ്പെട്ട ഭവനത്തെയല്ല, ദുഃഖിച്ചിറക്കുന്ന ഭവനത്തെയല്ല, വിലപിച്ചിറക്കുന്ന ഭവനത്തെയല്ല, പെറുപെറുപ്പെടുന്ന ഭവനത്തെയല്ല, ശൂന്യത അനുഭവിക്കുന്ന ഭവനത്തെയല്ല, ദൈവം സന്തോഷിക്കുന്ന ഭവനത്തെ ഈ രാവിലെ ആത്മാവിൽ കാണുകയാണ്. ആരും പറയാതെ കരഞ്ഞതും ആരും പറയാതെ പണം ഭവനത്തെ രഹസ്യമായി സൂക്ഷിച്ചതും ആമേ പറഞ്ഞ നാണക്കേടാകുന്നു, പറഞ്ഞാൽ പരിഹസിക്കുമല്ലേ ആമേ. അതുകൊണ്ട് ഞാൻ ആരും പറയുന്നില്ല, ഞാൻ മൗനമായിരുന്നു കൊണ്ട് കരയുകയാണ്. എൻ്റെ കുടുംബത്തെ ഓർക്കുമ്പോൾ, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ, അവരുടെ വിഷയമായി ബന്ധപ്പെട്ട് ഓർക്കുമ്പോൾ ആമേ പറഞ്ഞ നാണക്കേടാ വിഷയമാണ്. പക്ഷെ അതുകൊണ്ട് പറയുന്നില്ല, ഞാൻ ആകത്ത് ഒതുക്കി വെച്ചുകൊണ്ട് കണ്ണീരോടെ ദൈവസന്നിധി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന
ചില പ്രാർത്ഥന മറുപടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മാതാപിതാക്കളെ, സഹോദര കുഞ്ഞെ, നിനക്ക് വേണ്ടി ഒരു ഇടപെടൽ കർത്താവിന്റെ രാവിലെ അയക്കുന്നു. നിന്റെ അകത്ത് വെളിപ്പെട്ട പ്രത്യാശ നായകനും ആമേ പൂർത്തിയാക്കുന്ന കർത്താവിന് അത് ചെയ്യാൻ കഴിയുക. ആമേ നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ലെന്ന് എനിക്കറിയാം. ആമേ എന്ന് കർത്താവ് പറയാം, നീ എത്ര ശ്രമിച്ചാൽ നടക്കയില്ല. ആമേ നിന്റെ പരിശ്രമം കൊണ്ടോ നിന്റെ ബുദ്ധി കൊണ്ടോ സാമർത്ഥ്യം കൊണ്ടോ കഴിയില്ല എന്ന് കർത്താവ് പറയുമ്പോൾ അവിടെ യഹോവയ്ക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. യഹോവേ, ഇത് യഹോവയ്ക്ക് പ്രവർത്തിക്കേണ്ട നിമിഷമായതുകൊണ്ട് ദൈവത്തോട് യേശുവേ, എനിക്ക് ചെയ്യാൻ കഴിയില്ല, എനിക്കത് പ്രാപിക്കുവാനും കഴിയത്തില്ല. എൻ്റെ പ്രിയ മാതാപിതാക്കളെ, സഹോദര കുഞ്ഞെ, ഈ രാവിലെ സമയം നമ്മൾ എത്ര ശ്രമിച്ചില്ലേ? നമ്മൾ ശ്രമിച്ചതനുസരിച്ച് എത്രയോ പ്രാവശ്യം നടക്കേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ നമുക്കൊരു കാര്യം ഇന്ന് രാവിലെ തിരിച്ചറിയണം, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ഇന്ന് രാവിലെ പഞ്ചപുച്ഛ മടക്കി 100% ദൈവകരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ തക്കമണി എൻ്റെ ദൈവം ഇറങ്ങി വരും. ഞാൻ ചെയ്യുന്നതിനേക്കാളും 1000 മടങ്ങ് നന്നായി ചെയ്യാൻ കഴിവുള്ള എൻ്റെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഇന്ന് രാവിലെ ചെയ്യാം. ആ രോഗങ്ങളെ, ആ ദുരിതങ്ങളെ, ആ ശാപങ്ങളെ, ആ പ്രയാസങ്ങളെ, ഭയപ്പെടുന്ന രോഗത്തെ, ഭയപ്പെടുന്ന പ്രയാസങ്ങളെ, ഭയപ്പെടുന്ന ക്ഷീണങ്ങളെ, ഭയപ്പെടുന്ന ഞരക്കങ്ങളെ ഇന്ന് രാവിലെ ദൈവം മാറ്റുമെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഈ ശബാര ദൈവമക്കൾ നിങ്ങളുടെ വിടുതലിന് വേണ്ടിയാണ്. ഈ ശബ ദൈവസഭയെ നിങ്ങളുടെ അത്ഭുതത്തിന് വേണ്ടിയാണ്. ഈ ശബാര തലമുറ വിടുതലിന് വേണ്ടിയാണ്. നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ വിജയത്തിന് വേണ്ടിയാണ്. ബോധ്യപ്പെട്ടവര് മാത്രം കരമൊന്ന് ചേർത്തടിച്ച് ആത്മാവ് നന്ദി പറയാ ദൈവത്തിന്. ആരൊക്കെ ആരാധന കർത്താൻ കൊടുത്തിട്ടുണ്ടോ? ആരാധന കൊടുത്തവരെ ആരെയും ആദരിക്കാതിരുന്നിട്ടില്ല. ആരാധന കൊടുത്തവരെല്ലാം ദൈവം ആദരിച്ചിട്ടുണ്ട്. ആരൊക്കെ ആരാധന കൊടുത്തിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിച്ചിട്ടുണ്ട്. കേട്ടോ മാമേച്ചാ കുഞ്ഞേ, ആരൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടുണ്ടോ, ആരാധന കൊടുത്തിട്ടുണ്ടോ അവരെ ആദരിച്ച് സ്ഥലം പോരോന്ന് വരുമ്പോൾ ദൈവം ഉയർത്തിയിട്ടുണ്ട്, നന്മ കൊടുത്തിട്ടുണ്ട്. ആ ദൈവത്തെയാണ് ഈ മാസം 9-ാം തീയതി പ്രഭാതത്തിലും നാം ഈ ആലയത്തിൽ ആരാധിക്കുമ്പോൾ ആ ദൈവത്തെ കൊടുക്കേണ്ട വെച്ച് ആമേ ശക്തമായ ഒരു ബഹുമാനം ആരാധനയും കർത്താവിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആമേ നമ്മുടെ ഈ ആഴ്ച ഒരു വിജയത്തിന്റെ ആഴ്ചയായി, ഈ ആഴ്ച ഒരു അത്ഭുതത്തിന്റെ ആഴ്ചയായി, ഈ ആഴ്ച വിശേഷത്തിന്റെ ആഴ്ചയാക്കി ദൈവാത്മ തീർക്കുമെന്ന് ഞാൻ ആത്മാവിൽ പറഞ്ഞാൽ എത്ര പേർക്ക് കരങ്ങളെ അടിച്ച് ആ ദൂതനെ സ്വീകരിക്കാൻ കഴിയും? ദൈവമേ, ഞാൻ വിശ്വസിക്കുന്ന റിസീവ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നപ്പാ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഞാൻ വിശ്വസിക്കുന്ന വെളിപ്പാടിനെ, ആ നിയോഗത്തെ ഞാൻ വിശ്വസിക്കുകയാണ്. യേശുവാർക്കും കടക്കാരനല്ല. കരങ്ങളെ ഒന്ന് സ്വർഗത്തിലേക്ക് സമർപ്പിക്കാമോ? യേശുവാർക്കും ഒരു ബാധ്യതയല്ല. യേശുവെ പോൽ പറയാൻ ഒരാളുമേയില്ല. യേശുവെ പോൽ കരങ്ങളെ സ്വർഗത്തിൽ ഉയർത്തി എല്ലാം കണ്ണു മടച്ച് യേശുവാർക്കും കടക്കാരനല്ല. യേശുവെ പോൽ പറയാൻ ഒരാളുമേയില്ല. യേശുവെ പോൽ. ദൈവമക്കളെ, ഇന്ന് രാവിലെ ഓർത്തോണം, യേശു ആർക്ക് കടക്കാരനാണോ? പറഞ്ഞു, നിങ്ങൾ എന്നോട് പറഞ്ഞേ. എന്തെങ്കിലും ഒരു ചെറിയ ഉപകാരമെങ്കിലും ദൈവത്തിൽ നിന്ന് പറ്റിയവരാണ് ഇന്ന് രാവിലെ ആരാധിക്കുന്ന വാക്ക്. ഒരു ചെറിയ ഉപകാരമെങ്കിലും. ഞാൻ ഈ പ്ലാറ്റ്ഫോം നിന്നുകൊണ്ട് നിങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് അത്ഭുതം അനുഭവിച്ചവനാണ്, അത് കണ്ടവനാണ്, അതിനെക്കുറിച്ച് പ്രസംഗിച്ച വ്യക്തിയാണ്, അതിനെക്കുറിച്ച് പറഞ്ഞവനാണ്, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഞാൻ ഒന്ന് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഒന്നല്ല ദൈവം തന്നത്, നിരവധി നന്മ കർത്താവ് തന്നു. ഞാനൊരു വസ്ത്രത്തെ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് എത്ര വസ്ത്രം എനിക്ക് ഇപ്പോൾ അറിയത്തില്ല. ഞാൻ വീടിനെ ആഗ്രഹിച്ചു, ദൈവം എനിക്ക് അത് തന്നു കർത്താവ്. ഞാനൊരു വാഹനത്തിന് ആഗ്രഹിച്ചു, ദൈവം എനിക്ക് വാഹനം തന്നു. ഞാൻ ഭൗതിക വിഷയം പറയാൻ മാത്രമല്ല, എനിക്ക് നന്ന ഉറങ്ങാൻ പറ്റുന്നുണ്ട്.
പക്ഷേ കടമുണ്ട്, ബാധ്യതയുണ്ട്, പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ സുഖമായിട്ട് ഉറങ്ങാൻ തക്കവണ്ണം പ്രാപ്തനാക്കിയത് മൊത്തം എൻ്റെ യേശു മാത്രമാണ്. അത്രമാത്രം സമാധാനം ആ ദൈവം തന്ന കാര്യം. ആ ദൈവത്തിന് നമ്മൾ ലൈഫ് കൊടുത്തില്ല എങ്കിൽ അടുത്തൊരു ദിവസം നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം? നമുക്ക് ആർക്കും അറിയത്തില്ല. നമ്മൾ മരിച്ചാൽ നമ്മൾ ഇവിടെ പോകുമെന്ന് നാം നിൽക്കുമ്പോഴേ, ജീവൻ ഇരിക്കുമ്പോഴേ നാം ബോധ്യപ്പെടണം. അതുകൊണ്ട് ഇന്ന് രാവിലെ സമയം അക്കരങ്ങളെ സ്വർഗത്തിൽ ഉയർത്തി നന്ദിയോടെ പറഞ്ഞാട്ടെ, സമർപ്പിച്ച് പറഞ്ഞാട്ടെ, യേശുവാർക്കും കടക്കാരനല്ല, യേശുവാർക്കും ഒരു ബാധ്യതയല്ല, യേശുവെ പോൽ പറയാൻ ഒരാളുമേയില്ല, യേശുവെ പോൽ ആരാ. ഒരു പ്രാവശ്യം കൂടി കണ്ണുകടച്ച ധ്യാനത്തോടെ, യേശുവാർക്കും കടക്കാരനല്ല, യേശുവാർക്കും ഒരു ബാധ്യതയല്ല, യേശുവെ പോൽ പറയാൻ ഒരാളുമേയില്ല, യേശുവെ പോൽ ആരാധനില്ല. സമയം ആ ദൈവത്തിന്റെ മുമ്പ് നമുക്കൊരു നിമിഷം കൂടി കണ്ണുകടച്ച്, കർത്താവ് മറ്റാരേക്കാളും മറ്റെന്തിനേക്കാളും എൻ്റെ ദൈവത്തിന് മാത്രം ഞാൻ ഇന്ന് രാവിലെ സമയം സമർപ്പിക്കുന്നു. ഞാൻ ജീവിക്കുന്ന കാലം മുഴുവനും യേശു ക്രിസ്തുവിന് മാത്രം എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കും. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. നിങ്ങളുടെ നാവുകളെ ഒരു നിമിഷം ഈ ആരാധനയുടെ അവസാനത്തെ ഘട്ടത്തിൽ സമർപ്പിക്കാൻ തക്കവണ്ണം പറ്റുമെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി, കർത്താവെ അങ്ങേക്ക് എന്നെ വിശ്വസിക്കാം, അങ്ങനെ എത്ര ഉയർത്തിയാലും അങ്ങ് എത്ര മാനിച്ചാലും ഞാൻ അങ്ങേ വിട്ടോ, ആരെ വിട്ടോ, ദൈവകൃപ വിട്ടോ ഞാൻ ഒരിക്കൽ പോലും പോകില്ല. കർത്താവേ, നീ എനിക്ക് തന്ന ആ ദൈവ വിടുതലുകളും അത്ഭുതങ്ങൾക്ക് മുമ്പിൽ ഞാൻ എപ്പോഴും ദൈവത്തിന് കടപ്പാടുള്ളവരായിരിക്കുമെന്ന ആ ഉറച്ച വിശ്വാസത്തോടുകൂടെ എല്ലാ കണ്ണും അടച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം ദൈവം സമർപ്പിക്കാം. ഒരു നിമിഷം കൂടെ എല്ലാ കണ്ണും അടച്ചാണ്. കർത്താവേ, എന്നെ ഇതുവരെ കൊണ്ടുവന്നു, ഇതുവരെ എന്നെ പരിപാലിച്ചു, എനിക്ക് ഇവിടുന്ന ജീവനും ഭക്തിക്കൊക്കെ ദൈവം തന്നത് കർത്താവെ അങ്ങ് മാത്രം. ജോലി ചെയ്യാൻ, വണ്ടി ഓടിക്കുവാൻ, പല കാര്യങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം എനിക്ക് ജ്ഞാനവും വിവേകവും ബലവും ആരോഗ്യമൊക്കെ തന്നത് എൻ്റെ കർത്താവ് മാത്രമാണ്. യേശുവേ, അങ്ങനെ എത്ര ഉയർത്തിയാലും കർത്താവിൻ്റെ മഹത്വമാനം അങ്ങേക്ക് തരാം. അങ്ങേ വിട്ടോ, അങ്ങയുടെ കൃപ വിട്ടോ, സാന്നിധ്യം വിട്ടോ ഞാൻ പോകില്ല. കർത്താവെ, എനിക്ക് അല്പം കൂടി ഒന്ന് ആത്മാവ് ധൈര്യപ്പെട്ട് നിൽക്കുവാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നുവെന്ന് ഹൃദയം തുറന്ന് നാം ദൈവസന്നിധിയിൽ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദൈവ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. അവൻ്റെ അത്ഭുതം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വിശ്വാസത്തോടെ നമുക്ക് നമ്മുടെ സ്റ്റെപ്പിൽ വെക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തെ നമുക്ക് സമർപ്പിക്കാം. നാം തുറന്ന ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് നാം പ്രാർത്ഥിക്കുന്നു. ആ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായി ഭംഗിയായി ചന്തമൗചിതം നടക്കുവാൻ ദൈവാത്മ ഇടപെടുന്നതിന് വേണ്ടി പ്രാർത്ഥനയുണ്ടായിരിക്കുമ്പോൾ പ്രിയാശോചൻ ദയവായിട്ട് തുറന്ന ശുശ്രൂഷ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുമല്ലോ. സ്തോത്രം.